ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് രണ്ട് തരം സ്നാക്സാണ് ഉണ്ടാക്കിയത്. അത് ഒരു മസാല വെച്ചിട്ട് തന്നെ രണ്ട് തരം സ്നാക്സ് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഹാഫ് മൂണും പിന്നെ ആ മസാല കൊണ്ട് തന്നെയാണ് ഇതും ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാൻ ചിക്കൻ്റെ മസാലയാണ് ഇതിലേക്ക് ആക്കിയത്. അതിന് വേണ്ടി ഇതാ ചിക്കൻ ഇതുപോലെ എല്ലില്ലാത്ത പീസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ എല്ലാ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ 2 സവാളാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. ഇത് പെട്ടെന്നായി കിട്ടാനാണ് ഞാൻ കുക്കറിലിട്ടത്. ഇനി അതിൽ നിന്ന് ഈ ചിക്കൻ പീസൊക്കെ മാറ്റിയെടുത്തിട്ട് ആ ഗ്രേവി അവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2 കപ്പ് മൈദക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. ആ വെള്ളം ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 കപ്പ് പൊടിയാണ് എടുത്തത്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊടി ചേർത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് നമുക്കതെല്ലാം മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അത് പിന്നെ പൊടി ഇട്ടതിന് ശേഷം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് എല്ലാം മിക്സാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഇളം ചൂടോട് തന്നെ നമുക്കതൊന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് വെക്കാം. മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴച്ചെടുത്ത് അവിടെ വെക്കാം. പിന്നെ അതിന് മസാല ആക്കാൻ വേണ്ടിയാണിത്. ഞാനിപ്പം ഇതുപോലത്തെ ചീസാണ് എടുത്തത്. അപ്പോൾ പിന്നെ ചീസും പാലും ഒന്ന് മിക്സിയിൽ അടിക്കുന്നത്. ഇതെല്ലാം പെട്ടെന്ന് ഇപ്പം ചീസൊക്കെ പെട്ടെന്ന് നല്ല അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ഇട്ടുകൊടുത്ത് എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് മിക്സാക്കുക. ഇതിപ്പോൾ ഞാൻ മസാല ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കവും സ്വീറ്റ് കോണൊക്കെയാണ് ചേർത്തത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് പൊടിച്ച് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഈ പാലും ചീസും അടിച്ചു വെച്ചതുണ്ടല്ലോ അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ വൈറ്റ് സോസിൻ്റെ ചിക്കൻ മസാല റെഡിയായി. അതിലേക്ക് നമുക്ക് ഈ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാല റെഡിയായി. പിന്നെ ഇതുപോലെ മാവിനായിപ്പോൾ 4 ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിരിക്കും കേട്ടോ ഇത്. നമുക്ക് നല്ല വൃത്തിക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം ഞാനിപ്പം 2 തരം സ്നാക്സ് ഇതിനെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒന്ന് ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു ഇതും കൂടി പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഇതുപോലെ പരത്തിയിട്ട് ആ ഗ്ലാസ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അത് ഇതുപോലെ എല്ലാം ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുത്ത് പിന്നെ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കേ വേണ്ടൂ. ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും അത് അമർന്ന് കിട്ടും കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവായതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ 2 തരം സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഹാഫ് മൂണിന് ഞാൻ കുറച്ച് മുട്ടയും പാലും ഒന്ന് മിക്സാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് 1 മുട്ടയും കുറച്ച് പാലുമാണ് അത് മിക്സാക്കി അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതിലേക്കും ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ്.
പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ മസാല ഒക്കെ ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വൈറ്റ് സോസ് മസാലയാണ് ആക്കിയത്. അതുപോലെ ഇതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത വീഡിയോ സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതും ഓയിലിൽ തന്നെ ഒന്ന് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും. അതുപോലെ 2 തരം സ്നാക്സും ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ കാണുക. അസ്സലാമു അലൈക്കും.